ആരാണിവനെ കറക്കി വിട്ടത് പ്രപഞ്ചനാഥൻ താനല്ലോ. ഭൂമിതാ കറങ്ങുന്നു. മനുഷ്യൻ മൈക്രോസ്കോപ്പിലൂടെ അണുവിനെ നോക്കി അമ്പരയ്ക്കുമ്പോഴും ടെലിസ്കോപ്പിലൂടെ അറ്റം കാണാത്ത ആകാശഗംഗയെ നോക്കി അതിശയിക്കുമ്പോഴും ഇതെല്ലാം ദൈവമല്ല ബിഗ് ബാങ് ആണെന്ന് പറഞ്ഞ് ദൈവത്തെ നിഷേധിക്കുമ്പോഴും അങ്ങ് മുകളിൽ ഒരാൾ ചിരിക്കുന്നുണ്ട്. കാരണം കണ്ണിൽ കാണാത്ത ആറ്റത്തിന്റെ ഹൃദയമിടിപ്പിലും കിലോമീറ്ററുകൾ വേഗത്തിൽ പായുന്ന ഗ്രഹങ്ങളുടെ ചലനത്തിലും ഒരേ താളത്തിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചത് അയാളാണ്. ശാസ്ത്രം ഇന്നും ഉത്തരം തേടുന്ന ആ വലിയ സത്യം, അതൊരു വിസ്മയമാണ്. ആ വിസ്മയത്തിന്റെ പേരാണ് ദൈവം. ഭൂമിതാ കറങ്ങുന്നു, ആദിമധ്യാന്തം കറങ്ങുന്നു. ആരാണിവനെ കറക്കി വിട്ടത് പ്രപഞ്ചനാഥൻ താനല്ലോ. ഭൂമിതാ കറങ്ങുന്നു, ആദിമധ്യാന്തം കറങ്ങുന്നു. ആരാണിവനെ കറക്കി വിട്ടത് പടച്ചവനല്ലോ കൊച്ചപ്പാ. ബിഗ് ബാങ് അല്ല തുടക്കം. ദൈവത്തിന്റെ ലെറ്റ് ദെയർ ബി അഥവാ ഉണ്ടാകട്ടെ എന്ന കൽപ്പനയാണ് തുടക്കം. ശാസ്ത്രം ദൈവത്തെ നിഷേധിക്കുന്നില്ല. സത്യസന്ധമായ ശാസ്ത്രം ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രപഞ്ചത്തിൽ എല്ലാവരും നോക്കുന്നു, പക്ഷെ എല്ലാവരും ദൈവത്തെ കാണുന്നില്ല. ചിലർ വസ്തുക്കൾ മാത്രം കാണുന്നു. ജ്ഞാനികൾ വസ്തുക്കളുടെ പിന്നിലെ സ്രഷ്ടാവിനെ കാണുന്നു. പ്രപഞ്ചം ഒരു നിശബ്ദ സുവിശേഷകനാണ്. പ്രപഞ്ചമെന്ന പാഠപുസ്തകത്തിന്റെ ഓരോ താളും ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്താ സംശയമുണ്ടോ? ഈ വീഡിയോ മുഴുവനും ഒന്ന് കണ്ടു നോക്കൂ, സംശയം മാറും. പ്രപഞ്ചമുണ്ടായത് ബിഗ് ബാങ് സിദ്ധാന്തം മുഖാന്തിരമാണെന്നും മനുഷ്യനും മൃഗങ്ങളും സസ്യലതാദികളും ഉണ്ടായത് പരിണാമ സിദ്ധാന്തം മൂലമാണെന്നും ചിലർ വാദിക്കുന്നു. എന്നാൽ ഈ രണ്ട് സിദ്ധാന്തങ്ങളും തെളിയിക്കപ്പെടാത്തവയാണ്. പ്രപഞ്ചത്തെ ദൈവം ബിഗ് ബാങ് വഴിയാണ് സൃഷ്ടിച്ചതെങ്കിൽ അതിനു പിന്നിലെ നിയമങ്ങൾ മനുഷ്യർ കണ്ടെത്തുമായിരുന്നു. പരിണാമ സിദ്ധാന്തം വഴിയാണ് മനുഷ്യനും ജീവജാലങ്ങളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത് എങ്കിൽ മിസ്സിംഗ് ലിങ്ക്സും കണ്ടെത്തുമായിരുന്നു. അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ബിഗ് ബാങ്, പരിണാമ സിദ്ധാന്തം എന്നിവ തെളിയിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളായി ഇന്നും അവശേഷിക്കുന്നത്. ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ തപ്പുകയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നവർ. എന്നിട്ടും അവർ അത് സത്യമെന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നു. റോമൻസ് 1:20 മുതൽ 21 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടുവരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതെന്നു തന്നെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവമുണ്ടെന്നുള്ളതിന് പ്രകൃതി തന്നെ മനുഷ്യനു മുന്നിൽ വലിയൊരു തെളിവാണ്. അത് കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുന്നതും ദൈവത്തിന് നന്ദി നൽകാതിരിക്കുന്നതും മനുഷ്യനെ അധപ്പതനത്തിലേക്ക് നയിക്കുമെന്ന് മാത്രമല്ല, അവരുടെ നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്നും വെളിപ്പെടുമെന്നും റോമൻസ് 1:18 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പഠിപ്പിക്കുന്നു. ആരപ്പ കറക്കിവിട്ടത് എന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എന്ത് കറക്കിവിട്ടു എന്നാണ് പറയുന്നത്? ഭൂമിയെ കറക്കിവിട്ടു. ഭൂമി കറങ്ങുന്നുണ്ടോ? പിന്നെ ഭൂമി സ്വയം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നു. സ്പീഡ് എത്രയാ? മണിക്കൂറിൽ 1600 കിലോമീറ്റർ സ്പീഡ്. ഇങ്ങനെ കറക്കിവിട്ടത് ആരപ്പ? ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എത്ര വേഗത്തിൽ കറങ്ങണമെന്ന് തീരുമാനിച്ചത് ഏതെങ്കിലും സയൻസ് ലാബിലല്ല. അത് പ്രപഞ്ചശില്പിയുടെ വിരൽത്തുമ്പിലെ കണക്കുപുസ്തകത്തിലാണ്. ആ കണക്ക് അല്പമൊന്ന് തെറ്റിയാൽ പിന്നെ ഇവിടെ ശ്വസിക്കാൻ പോലും ആരുമുണ്ടാവില്ല. ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതുകൊണ്ടല്ലേ നമുക്ക് രാവും പകലും ഉണ്ടാകുന്നത്, ദിവസങ്ങളുണ്ടാകുന്നത്? ഇതിനെയല്ലേ ദിനചലനമെന്ന് പറയുന്നത്? ഇതോടൊപ്പം സൂര്യനെയും ചുറ്റുന്നുണ്ട്. അതിന്റെ സ്പീഡ് എത്രയാ? അത് മണിക്കൂറിൽ 1,07,000 കിലോമീറ്ററാണ് സ്പീഡ്. ഈ ഭ്രമണത്തെ വാർഷിക ചലനം എന്ന് പറയുന്നു. സൂര്യന് ചുറ്റും ഒരു കറക്കം പൂർത്തിയാകുമ്പോൾ 1 വർഷം തികയുന്നു. ഇങ്ങനെ കറങ്ങുന്ന ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നുണ്ട്. അതിന്റെ സ്പീഡ് എത്രയാ? ശരാശരി മണിക്കൂറിൽ 3683 കിലോമീറ്റർ. ഇങ്ങനെ ആരാണ് ഭൂമിയെ കറക്കിവിട്ടത്? ആരാണിവനെ കറക്കി വിട്ടത് പ്രപഞ്ചനാഥൻ താനല്ലോ.
ഭൂമിയെയും ചന്ദ്രനെയും സൗരയൂഥത്തെയും മാത്രമല്ല, ഇവയെ സൃഷ്ടിച്ചിരിക്കുന്ന അദൃശ്യ വസ്തുവായ തന്മാത്രയുടെ അകത്തുള്ള ആറ്റത്തിലെ ഇലക്ട്രോണിനെയും കറക്കിവിട്ടത് ആരപ്പാ? ബൈബിളിലെ എബ്രായർ 11:3, 2 പത്രോസ് 3:10-11 വചനങ്ങൾ പ്രകാരം ഈ പ്രപഞ്ചം മൂലകങ്ങളാൽ, അവയുടെ അദൃശ്യഘടകങ്ങളായ തന്മാത്രകളാലും ആറ്റത്താലും നിർമ്മിതമാണെന്ന് വ്യക്തമാക്കുന്നു. ആറ്റത്തിന്റെ അകത്താണെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങുന്ന ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ നിശ്ചിത പാതയിൽ ഭ്രമണം ചെയ്യുന്നു. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന പോലെ തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികയായ ആറ്റത്തിനുള്ളിലും ഈ കറക്കം അഥവാ മോഷൻ നിലനിൽക്കുന്നു. ഈ പ്രപഞ്ചം നിശ്ചലമല്ല, മറിച്ച് ചലനാത്മകമാണെന്ന് ഇത് തെളിയിക്കുന്നു. ഇലക്ട്രോണിനെ കറക്കി വിട്ടത് ആരപ്പാ? ചുറ്റും വട്ടം വരച്ചു കളിപ്പിച്ചത് ആരപ്പാ? അറ്റം ചില്ലായി ചില്ലായി പിരിഞ്ഞിമ്പപ്പോ അത്ര ചെറിയിടത്ത് ലോകം ഒളിപ്പിച്ചത് ആരപ്പാ? ഇലക്ട്രോണിനെ കറക്കി വിട്ടത് ആരപ്പാ? ന്യൂക്ലിയസിൻ ചുറ്റും കറക്കി വിട്ടത് ആരപ്പാ? ആറ്റത്തിനുള്ളിൽ വിസ്മയം തീർത്തത് ആരപ്പാ? പ്രപഞ്ചനാഥൻ താനല്ലോ, പ്രപഞ്ചനാഥൻ താനല്ലോ. ഇലക്ട്രോണിനെ കറക്കി വിട്ടത് ആരപ്പാ? ന്യൂക്ലിയസിൻ ചുറ്റും കറക്കി വിട്ടത് ആരപ്പാ? ആറ്റത്തിനുള്ളിൽ വിസ്മയം തീർത്തവൾ ആരപ്പാ? പ്രപഞ്ചനാഥൻ താനല്ലോ, പ്രപഞ്ചനാഥൻ താനല്ലോ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായ ആറ്റങ്ങൾക്കുള്ളിലും അവയുടെ ഉപഗണങ്ങൾക്കുള്ളിലും, അതായത് സബാറ്റോമിക് പാർട്ടിക്കിൾസിനുള്ളിലും അദൃശ്യമായ നിയമങ്ങൾ സ്രഷ്ടാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ശാസ്ത്രം എത്രത്തോളം ഉള്ളിലേക്ക് കുഴിച്ചു ചെല്ലുന്നുവോ അത്രത്തോളം സങ്കീർണവും കൃത്യവുമായ നിയമങ്ങളാണ് അവിടെ കണ്ടെത്തുന്നത്. അദൃശ്യ വസ്തു എന്ന ആറ്റം. അദൃശ്യമായ വസ്തുക്കളെക്കൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന് എബ്രായർ 11:3 വായിക്കുന്നു. 2 പത്രോസ് 3 ഇപ്പോഴത്തെ പ്രപഞ്ചം കത്തി നശിച്ചു പോകുമെന്നും നീതി വസിക്കുന്ന പുതിയ ഭൂമിയും ആകാശവും നിലവിൽ വരികയും ചെയ്യുമെന്നും കാണുന്നു. 2 പത്രോസ് 3:10 അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും എന്ന് വായിക്കുന്നു. ആറ്റത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചുവച്ചിരിക്കുന്ന ആണവോർജം ബഹിർഗമിച്ചാൽ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും മുഴുവൻ കത്തിച്ചാമ്പലാകും എന്ന് മനസ്സിലാക്കാം. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുക എന്ന് പറഞ്ഞാൽ ആറ്റോമിക് ബോണ്ടുകൾ തകരുകയും പദാർത്ഥം ഊർജമായി മാറുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. വലിയ മുഴക്കത്തോടെ, അതായത് കൊടുമുഴക്കത്തോടെ എന്ന് പറഞ്ഞാൽ ആണവ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന ഭീമമായ ശബ്ദതരംഗങ്ങൾ എന്ന് ഗ്രഹിക്കാവുന്നതാണ്. ഭൂമി വെന്തുപോകുക എന്ന് പറഞ്ഞാൽ അത്യധികം ഉയർന്ന താപനിലയിലുള്ള, അതായത് ഹൈ ടെമ്പറേച്ചർ ഊർജപ്രവാഹം ഉണ്ടാകും എന്ന് ചിന്തിക്കാവുന്നതാണ്. വേഗം കുറയ്ക്കാതെ, വേഗം കൂട്ടാതെ, അല്പസമയമെങ്കിലും നിന്നു പോകാതെ, സൂര്യനോടടുക്കാതെ, അകലാതെ, നിശ്ചയിച്ച അകലത്തിൽ തന്നെ അനേകായിരം വർഷങ്ങൾ, ഇങ്ങനെ കൂട്ടിയിടിക്കാതെ നിയമമനുസരിച്ച് ഭ്രമണം ചെയ്യാൻ ആരാണ് ഭൂമിയെ കറക്കിവിട്ടത്? ഇങ്ങനെ കറക്കത്തിനുമേൽ കറക്കമുണ്ടായിരുന്നിട്ടും മനുഷ്യനോ മൃഗജാലങ്ങൾക്കോ വൃക്ഷങ്ങൾക്കോ സമുദ്രത്തിലെ ജലത്തിനോ ഇതൊന്നും അനുഭവപ്പെടുന്നുമില്ല. ഈ വിസ്മയം മനുഷ്യർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികമല്ലേ? ഈ കൃത്യതയെ ശാസ്ത്രം ഫൈൻ ട്യൂണിംഗ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് വിളിക്കുകയും ഈ പ്രതിഭാസം സംബന്ധിച്ച് ദൈവം വച്ചിട്ടുള്ള നിയമങ്ങളെ കണ്ടുപിടിക്കുകയും പല പേരിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ശൂന്യാകാശത്ത് യാതൊരു താങ്ങുമില്ലാതെ ദൈവം ഭൂമിയെ നിർത്തിയിരിക്കുന്നു എന്ന വലിയ സത്യം ശാസ്ത്രം കണ്ടെത്തുന്നതിന് എത്രയോ മുൻപ് ഇയ്യോബ് 26:7
ബൈബിൾ രേഖപ്പെടുത്തിയിരുന്നു. ഭൂമിയുടെ വലിപ്പം, ഭാരം, അകലം, വേഗത, ചരിവ് എന്നിവയുടെ അളവ് കൃത്യമായി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതാണെന്ന് ഇയ്യോബ് 38:4-5 വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. സമുദ്രജലം ദൂരേക്ക് തെറിച്ചുപോകുന്നില്ല എന്ന് മാത്രമല്ല, ഗോളാകൃതിയിൽ തന്നെ ജലോപരിതലം വളഞ്ഞു കാണുകയും ചെയ്യുന്നു. ദൈവം ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചു എന്ന് സദൃശവാക്യങ്ങൾ 8:27 കാണുന്നു. മനുഷ്യനിർമ്മിത ഹൈവേകളിൽ ട്രാഫിക് നിയമങ്ങളുണ്ടായിട്ടും ദിനംപ്രതി എത്രയോ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നു. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെല്ലാം വ്യത്യസ്ത ദൂരത്തിൽ വ്യത്യസ്ത വേഗതയിൽ കൂട്ടിയിടിക്കാതെ, വേഗം കുറയ്ക്കാതെ, വേഗം കൂട്ടാതെ, അല്പസമയമെങ്കിലും നിന്നു പോകാതെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ അത്ഭുതമല്ലേ? ഇതിനു പുറമെ സൗരയൂഥം മുഴുവനായി ഗാലക്സിയിലൂടെ സെക്കൻഡിൽ 230 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ആരാണീ അത്യന്തം അത്ഭുതത്തിന്റെ മഹാശില്പി, ദ ഡിവൈൻ ആർക്കിടെക്ട്? ആരാണിവയെ കറക്കിവിട്ടത്? ആരാണിവർക്ക് ഭ്രമണപാത നിശ്ചയിച്ചത്? ആരാണിവർക്ക് വേഗത നിശ്ചയിച്ച് ഇങ്ങനെ നിയമം കൊടുത്തത്? നമ്മുടെ സൗരയൂഥം ആകാശഗംഗയിലൂടെ, മിൽക്കി വേയിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തന്നെ ആകാശഗംഗയും പ്രപഞ്ചത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ മുതൽ ഭൂമി, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, സൗരയൂഥം, ഗാലക്സി എല്ലാം നിശ്ചലമായി നിൽക്കാതെ സഞ്ചരിക്കുന്നു. പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ നിശ്ചലമല്ല. ആനന്ദം അജ്ഞാതം അവർണ്ണനീയമീ ലോകഗോളം തിരിയുന്ന മാർഗം മർത്യൻ കഥയെന്തു കണ്ടു. ഭൂമിയുടെ ഈ കൃത്യമായ ചരിവ്, അതായത് 23.5 ഡിഗ്രി ചരിവില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങളോ ഋതുഭേദങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല. ഭൂമി നേരെയായിരുന്നു നിന്നിരുന്നതെങ്കിൽ ധ്രുവപ്രദേശങ്ങളിൽ എപ്പോഴും അതികഠിനമായ തണുപ്പും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ എപ്പോഴും കഠിനമായ ചൂടും അനുഭവപ്പെടുമായിരുന്നു. 23.5 ഡിഗ്രി ചരിവ് നിമിത്തം മകരസംക്രമം അഥവാ വിന്റർ സോൾസ്റ്റിസ്, കർക്കിടക സംക്രമം അഥവാ സമ്മർ സോൾസ്റ്റിസ്, സമരാത്ര ദിനങ്ങൾ അഥവാ എക്വിനോക്സ് എന്നിവ ഉണ്ടാകുന്നു. പ്രകൃതിയിലെ ഈ സങ്കീർണമായ നിയമങ്ങളെയും ക്രമങ്ങളെയും കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യർ ഇതിന്റെ സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കാൻ ബാധ്യസ്ഥരാണ്. ഭൂമിയുടെ ഈ കൃത്യമായ ചരിവ് 23.5 ഡിഗ്രി ദൈവം നിയമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങളോ ഋതുഭേദങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല. ഭൂമിയുടെ ഈ 23.5 ഡിഗ്രി ചരിവ് എന്നത് പ്രപഞ്ചത്തിലെ ഒരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് അത് നൽകുന്ന സംഭാവന വളരെ വലുതാണ്. ഇതൊക്കെ യാദൃച്ഛികമായി ബിഗ് ബാങ് വഴി ഉണ്ടായതല്ല എന്നും എല്ലാം ഒരു വലിയ ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തതാണെന്നുമുള്ള സത്യം മനസ്സിലാക്കാൻ കഴിയും. ഉൽപ്പത്തി 1:1 ബൈബിൾ ഇപ്രകാരം പറയുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ഗാലക്സി, സോളാർ സിസ്റ്റം, ഈ സകലത്തിന്റെയും ശില്പി, നിയന്ത്രിക്കുന്നവൻ, നിലനിർത്തുന്നവൻ സൃഷ്ടാവായ ദൈവം തന്നെയാണ്, ശാസ്ത്രമല്ല, കെട്ടുകഥയായ ബിഗ് ബാങ് അല്ല, മനുഷ്യനല്ല, ചാൻസ് അല്ല, യാദൃശ്ചികതയല്ല. ഡിവൈൻ ആർക്കിടെക്റ്റിന്റെ ഇന്റലിജന്റ് ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ ആണ് പ്രപഞ്ചം.